ഈശ്വരക്കം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനം. ജീവിതത്തിൽ നിരന്തരം നാം നേരിടുന്ന ഒരു പ്രശ്നമാണ്, ആരാണ് നമ്മുടെ രാജാവ്? ആരാണ് നമ്മെ ഭരിക്കുന്നത്? നാം ഒരു സ്വയംഭരണത്തിന് കീഴിലാണോ, ക്രിസ്തുവിന്റെ ആധിപത്യത്തിന്റെ കീഴിലാണോ? യേശുവിന്റെ ആധിപത്യത്തിന് കീഴിലാവുമ്പോൾ ഈ ലോകത്തിന്റെ ആധിപത്യങ്ങൾ നമ്മെ ഭരിക്കില്ല, അഥവാ ലോകത്തിന് നമ്മുടെ മേൽ അധികാരമുണ്ടാകില്ല. ഈ ലോകം നമ്മെ ഭരിക്കുന്നതായും ലോകത്ത് നാം നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നതായും മൂടിക്കളയുന്നതായും നമുക്ക് തോന്നുന്നത് നമ്മെ യഥാർത്ഥത്തിൽ ഭരിക്കുന്നവൻ ആരാണെന്ന ബോധ്യമില്ലാതായി പോകുമ്പോഴാണ്. യോഹന്നാൻ സുവിശേഷം 19:15 പിലാത്തോസ് പറയുന്നുണ്ട്, ഇതാ നിങ്ങളുടെ രാജാവ്. ക്രൂശിക്കാനായി യേശുവിനെ വിട്ടുകൊടുക്കുന്ന നേരത്ത് യഹൂദ ജനതയോട് പിലാത്തോസ് പറയുകയാണ്, ഇതാ നിങ്ങളുടെ രാജാവ്. യഥാർത്ഥ രാജാവ് ക്രിസ്തുവാണെന്ന് അവനവന്റെ ജീവിതത്തിൽ അംഗീകരിക്കാൻ കഴിയാതെ പോകുമ്പോഴും രാജത്വം യേശുവിൻ്റെതാണെന്ന് പിലാത്തോസ് അംഗീകരിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ 18:33 പിലാത്തോസ് അത് തിരിച്ചറിയുന്നു. നീ രാജാവാണോ എന്ന ചോദ്യത്തിന് ക്രിസ്തു പറയുന്ന ഉത്തരം, എന്റെ രാജ്യം ഐഹികമല്ലെന്നാണ്. ഭൗതികമായ സാധ്യതകളും താല്പര്യങ്ങളുമാണ് നമ്മെ ഭരിക്കുന്നതെങ്കിൽ ഭൗതിക രാജ്യത്തിന്റെ അടിമകളായിട്ട് നമ്മൾ മാറും. ഐഹികമല്ലാത്ത ഒരു രാജ്യത്തെ ഹൃദയത്തിനകത്ത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഹൃദയം ക്രിസ്തുവിന്റെ ആലയമായിട്ട് മാറുക. യേശുവിനെ രാജാവായിട്ട് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ജീവിതം നമുക്കുണ്ടോ എന്ന പരിശോധന നിരന്തരം നാം നടത്തേണ്ടതാണ്. ഭൗമികമായ അധികാരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ ചുറ്റുമുള്ള മൂർത്തമായ സാഹചര്യങ്ങൾക്കകത്തും ക്രിസ്തുവിനെ ഹൃദയത്തിൽ രാജാവായി സ്വീകരിക്കാനും അവൻ്റെതാണ് തൻ്റെ ജീവിതമെന്ന് ബോധ്യപ്പെട്ട് ഈ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കാനും എത്രത്തോളം നമുക്ക് കഴിയുന്നുണ്ടോ അത്രത്തോളം ക്രിസ്തു സാക്ഷ്യത്തിന്റെ വഴിയിലാണ് നമ്മളെന്ന് തിരിച്ചറിയാൻ പറ്റും. നോമ്പുകാലത്താണ് നമ്മൾ ക്രിസ്തുവിന്റെ രാജകീയമായ പ്രവേശനത്തെക്കുറിച്ച് ആലോചിക്കുക. ജെറുസലേമിലേക്ക് യേശു വരുന്നത് ഒരു രാജകീയ പ്രവേശനമായിട്ടാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ 1 മുതൽ 17 വരെ തിരുവചനങ്ങളിൽ യേശുവിന്റെ രാജകീയ പ്രവേശനവും ദേവാലയ ശുദ്ധീകരണവും നമുക്ക് കാണാം. അവിടെ യേശു സമാധാനത്തിന്റെ രാജാവായിട്ട് വരുന്നു. ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ്. രാജാധികാരങ്ങളൊക്കെ കുതിരപ്പടയുടെ അകമ്പടിയോടെ രാജത്വത്തിന്റെ പ്രൗഢിയോടെ വരുമ്പോൾ ഒരുവൻ കഴുതപ്പുറത്ത് വരുന്നു. ഈ ലോകത്തിന്റെ ആധിപത്യങ്ങൾക്ക് നേർ വിരുദ്ധമായ ഒരു രാജകീയമായ അടയാളപ്പെടുത്തലാണ് ക്രിസ്തുവിൻ്റെത്. യേശു രാജകീയ പ്രവേശനം നടത്തുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിലും നമുക്ക് കാണാം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 12 മുതലുള്ള തിരുവചനങ്ങളിൽ യേശുവിന്റെ രാജകീയ പ്രവേശനം വേറെ നമുക്ക് കാണാം. അധികാരപൂർണനായ ഒരാളായിട്ടല്ല, സമാധാനത്തിന്റെ എളിമയുടെ ഒരാളായിട്ടാണ് ക്രിസ്തു അവതരിക്കുന്നത്. അഖില ലോകത്തിന്റെയും രാജാവായ ഒരുവൻ, അല്ലെങ്കിൽ സർവ്വതിനെയും അടക്കി വാഴുന്ന ദൈവത്വം ഭൂമിയിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് ഏറ്റവും ലളിതമായ രീതിയിലാണ്, അധികാരപ്രമത്തതയിലല്ല. ഭൗമികമായ അധികാരങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തുന്നത് ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ്. യേശുവിനെ അങ്ങനെ രാജാവായി സ്വീകരിക്കുന്ന ജനതയെ നമുക്ക് സുവിശേഷത്തിൽ കാണാം. അവർ ഹോസാന പാടുന്നു, അവന് മുൻപിൽ വസ്ത്രങ്ങൾ ധരിക്കുന്നു, അവന്റെ വരവിനെ ആഘോഷിക്കുന്നു. ഭൗമിക ലോകത്ത് ചുറ്റുപാടുകൾക്കകത്ത് രാജകീയ പ്രൗഢിയോടെ അനേകരെ ആനയിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് രാജാവായി, അധീശത്വമുള്ളവനായി, നമ്മെ ഭരിക്കുന്നവനായി ക്രിസ്തുവിനെ എത്രത്തോളം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നൊരു പരിശോധന ആവശ്യമാണ്. യേശു രാജാവായി പ്രവേശിക്കുന്നു. യേശു രാജകീയ നഗരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ജെറുസലേം ദൈവത്തിന്റെ നഗരമാണ്, രാജാവിന്റെ നഗരമാണ്. രാജാവിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന യേശു നേർവിരുദ്ധമായ ഭൗമികമായ ആധിപത്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു സ്വഭാവത്തിലാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ആധിപത്യങ്ങളെ നിഷേധിക്കുകയാണ് ക്രിസ്തു, ലോകാധിപത്യങ്ങളെ അപ്രസക്തമാക്കുക. യേശു ജെറുസലേം ദേവാലയത്തിനകത്ത് ശുദ്ധീകരണം നടത്തുന്നതായി നമുക്കറിയാം. അവിടെ യേശു കച്ചവടം നടത്തിയിരുന്നവരെ പുറത്താക്കും. പലപ്പോഴും സുവിശേഷ പ്രഘോഷണങ്ങളിൽ നാം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്, ക്രിസ്തു ഈ 5-ാം മണ്ഡപത്തിലേക്കാണ് വരുന്നത്. 5-ാം മണ്ഡപത്തിൽ ക്രിസ്തു പ്രഘോഷിക്കുന്ന ഇടത്തിൽ സാധാരണ വന്നു ചേരുന്നത് വിധവകളും വികലാംഗരും മുടന്തരും നിർധനരുമായ മനുഷ്യരാണ്.
ഈ 5-ാം മണ്ഡപത്തിൽ ക്രിസ്തു വരുമ്പോൾ പ്രസംഗിക്കുമ്പോൾ അവിടുന്ന് വരുമാനമൊന്നും ലഭിക്കാത്തത് കൊണ്ട് ദേവാലയ അധികാരികൾ ഈ 5-ാം മണ്ഡപം വാടകയ്ക്ക് കൊടുക്കുക. നാണയമാറ്റക്കാർക്ക്, ആടുകളെയും പ്രാവുകളെയും വിൽക്കുന്നവർക്ക്, കാഴ്ചവസ്തുക്കളൊക്കെ അർപ്പിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കാം. യഥാർത്ഥ ബലി ഹൃദയത്തിൻ്റെതായിരിക്കണം എന്ന ധാരണ മാറിയിട്ട് ദേവാലയത്തിൽ അർപ്പിക്കുന്നവ എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കുന്ന ഒരു അധികാരം ദേവാലയ അധികാരികൾ പുലർത്തുന്നു. അതുകൊണ്ടാണ് നാണയമാറ്റം ഉണ്ടാകുന്നത്. ഷെക്കലാണ് ദേവാലയത്തിൽ സ്വീകരിക്കുന്ന നികുതി. പുറത്തുള്ളത് ധനാറയാണ്. ജോലി ചെയ്താൽ കിട്ടുന്നത് ധനാറയാണ്. ആ ധനാറ് നേരിട്ട് ദേവാലയത്തിൽ കൊടുക്കാൻ കഴിയില്ല. അവിടെ ഷെക്കൽ ആവശ്യമില്ല. ധനാറയെ ഷെക്കലാക്കുന്ന നാണയ കൈമാറ്റം, ഫോറിൻ എക്സ്ചേഞ്ചിൽ നിന്ന് പറയാവുന്ന കാര്യം ചെയ്യുന്നവരാണ് ഒരു കൂട്ടർ. പ്രാവുകളെയും ആടുകളെയും ഒക്കെ വിൽക്കുന്നവരാണ് വേറെ. എന്ത് അർപ്പിക്കണമെന്നത് ക്രമേണ ഭൗതികമായൊരു പരിമിതിയിലേക്ക് വരികയാണ്. പ്രാവുകൾ ഊനമറ്റതാകണം, ആടുകൾ ഊനമറ്റതാകണം. അങ്ങനെ ഊനമറ്റ ആടുകളും പ്രാവുകളും ഒക്കെ ദേവാലയത്തിനകത്ത് ലഭിക്കും. നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ അവ ബലിക്ക് യോഗ്യമല്ല എന്നൊരു നിലപാട് വരികയാണ്. ഹൃദയത്തിന്റെ അർപ്പണം ഭൗതിക വസ്തുക്കളിലേക്ക് മാറുകയും ഭൗതിക അർപ്പണം ഒരു പ്രത്യേക താല്പര്യത്തിനകത്ത് മാത്രം കൊടുങ്ങുകയും ബലിയർപ്പണം തന്നെ വ്യാപാര സദൃശ്യമായി മാറുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്ക് ജെറുസലേം ദേവാലയത്തിൽ കാണാൻ പറ്റുക. അധികാരം ഭൗതിക അധികാരമായി പരിണമിക്കുകയും ബലിയർപ്പണം പോലും വ്യാപാര താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ജെറുസലേം ദേവാലയത്തിനകത്ത് നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുക. അവിടെയാണ് ക്രിസ്തു ചാട്ടവാറെടുക്കുന്നതും ആടുകളെയും പ്രാവുകളെയും വിൽക്കുന്നവരെ അവിടെ നിന്ന് ഓടിക്കുന്നതും നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിക്കുന്നതും. നമ്മുടെ ഹൃദയം തന്നെയും നമ്മുടെ ജീവിതം തന്നെയും ക്രിസ്തുവിന്റെ ഇടമായി മാറേണ്ടതിന് പകരം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ടതിന് പകരം, പ്രാർത്ഥനയുടെയോ സ്നേഹത്തിന്റെയോ അരൂപിയാൽ നിറയാതെ പലപ്പോഴും വ്യാപാര സദൃശ്യമായ ഒന്നായിട്ട് മാറിത്തീരുന്നുണ്ട്. ഇത് ഭൗതിക യാഥാർത്ഥ്യമായിട്ട് നമുക്ക് കാണാം, നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് നമുക്ക് കാണാം. ഭൗതിക ജീവിതത്തിനകത്ത് നാം കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? അവിടെ നമ്മുടെ ദേവാലയങ്ങൾ തന്നെ വ്യാപാര കേന്ദ്രങ്ങളായി പരിണമിച്ചൊരു കഥ നമുക്കറിയാവുന്നതാണ്. നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഒരു കാലത്ത് അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കാഴ്ചവെച്ചിരുന്നതെങ്കിൽ ഇന്ന് കാഴ്ചവെക്കാനുള്ള വക നമുക്ക് ലഭിക്കുന്നതിന് പ്രത്യേക കൗണ്ടറുകൾ വരെ ഏർപ്പെടുത്തിയ സ്ഥാപനങ്ങൾ ആയി മാറിയ പരിണമിച്ച ദേവാലയങ്ങളെ നമുക്ക് കാണാം. നമ്മൾ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നതും ഒരു പൂ വയ്ക്കുന്നതും പൂമാല ഇടുന്നതും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനും അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായവയുമായിരുന്നൊരു കാലമുണ്ട്. ദേവാലയത്തിൽ പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കുന്നുണ്ടല്ലോ. ഇപ്പോ അത് ആയിരക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ഇവന്റ് മാനേജ്മെന്റുകാർ ചെയ്യുന്നൊരു കാര്യമാണ്. പുറമേ നിന്ന് വരുന്ന പൂക്കൾ കൊണ്ട് ദേവാലയം ഒക്കെ അലങ്കരിക്കുന്ന പ്രവൃത്തി. യഥാർത്ഥത്തിൽ പണ്ടുകാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്നത് എങ്ങനെയാണ്? നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു പുഷ്പം നമ്മൾ കൊണ്ടുപോയി ദൈവത്തിന് കൊടുക്കും. നമുക്കുള്ളതൊക്കെ ദൈവത്തിൻ്റെതാണെന്ന് പറയാനും നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനും നാം ചെയ്തിരുന്ന പ്രവൃത്തിയാണ്. അത് വ്യാപാര സദൃശ്യമായിട്ട് മാറുന്നു. നമ്മൾ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുമ്പോൾ അത് നമ്മുടെ കൈവശമുള്ളതും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ സ്നേഹപ്രവൃത്തിയായിട്ട് പരിഗണിക്കപ്പെടുക. അതേസമയം വലിയ വില കൂടിയ സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കുന്നു. ആ വില കൂടിയ സമ്മാനങ്ങൾ സമ്മാനത്തിൽ ഒതുങ്ങിപ്പോകുന്നു, ഹൃദയഭാവം നഷ്ടപ്പെടുന്നു. ഏറ്റവും ചെറിയ സമ്മാനങ്ങൾക്കൊക്കെ വലിയ വില ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിനകത്ത്. ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് വില കൂടിയ, മേന്മ കൂടിയ, ബ്രാൻഡഡ് ആയ സമ്മാനങ്ങൾ വിലമതിക്കപ്പെടുന്നു. സമ്മാനം കൊടുക്കുന്നയാളും അയാളുടെ ഹൃദയഭാവവും അവഗണിക്കപ്പെടുന്നു. ഈ തുലാസ് യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കാണാം. ദേവാലയത്തിനകത്ത് ഇന്ന് പുഷ്പങ്ങൾ വെക്കുന്നത് നമ്മുടെ കയ്യിലുള്ളവയൊന്നുമല്ല. പലയിടത്തും പ്ലാസ്റ്റിക് പുഷ്പങ്ങളായിരുന്നു. അതൊക്കെ മാറ്റി പ്രകൃതി സ്നേഹം വന്നിട്ട് പിന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്രകാരം പണം കൊടുത്ത് പണക്കൊഴുപ്പ് കാട്ടാനുള്ള വേദിയായിട്ട് മാറും. അപ്പൊ കാഴ്ചവെപ്പിന്റെയും ജീവിത സമർപ്പണത്തിന്റെയും വേദിയാകേണ്ട ബലിവേദി പലപ്പോഴും കച്ചവട താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. ദേവാലയത്തിന് പുറത്ത് നിരവധി ആളുകൾ പൂമാലയായിട്ടൊക്കെ ഇരുന്ന കഥ നമുക്ക് ഓർമ്മയിൽ പോലും ഇപ്പൊ ഉണ്ടാവില്ല. ദേവാലയത്തിന് മുൻപിൽ നിരവധി ആളുകൾ അങ്ങനെ പൂക്കച്ചവടക്കാരുണ്ടായിരുന്നു, തിരിക്കച്ചവടക്കാരുണ്ടായിരുന്നു. അവരൊക്കെ അന്നം മേടിച്ചിരുന്നത് ഇതൊക്കെ കൊടുത്തിട്ടാണ്. വിശ്വാസികൾ പുറമേ നിന്ന് പൂമാല മേടിച്ചു വന്നിട്ടുണ്ട്. അത് മാറ്റിയിട്ട് പള്ളിക്കകത്ത് പ്ലാസ്റ്റിക് മാലകൾ വെക്കുകയും ആ മാല എടുക്കുന്നതിന് പണം നിക്ഷേപിക്കാൻ പെട്ടി വെക്കുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ദേവാലയത്തെ ഇങ്ങനെ അവമതിക്കുന്നുണ്ട്. മനുഷ്യന്റെ സ്വയാർപ്പണത്തിന് പ്രേരകമാകേണ്ട ദേവാലയങ്ങൾക്കകത്ത് അർപ്പണങ്ങൾ വ്യാപാര സദൃശ്യമായ മൂല്യമുള്ളതായിട്ട് മാറുന്നു. ഇതൊരു വലിയ മൂല്യച്യുതിയായിട്ട്
നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. സൗകര്യപ്രദമായ രീതികൾ സ്വീകരിക്കുന്ന മട്ടിലാണ് ആധുനികതയുടെ വക്താക്കൾ എന്ന നിലയ്ക്ക് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദേവാലയം ബാഹ്യതലത്തിൽ ഒരു ഭൗതിക കേന്ദ്രം എന്ന നിലയ്ക്ക് ദേവാലയം അവമതിക്കപ്പെടുന്നുണ്ടോ എന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ മുൻകൈ നേടുന്നത്? അത് ഈ 5-ാം മണ്ഡപത്തിൽ ക്രിസ്തു പ്രഘോഷിക്കുമ്പോൾ അവിടെ വേണ്ടത്ര വരുമാനമില്ല എന്ന് കണ്ട് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമായി അവിടെ വാടകയ്ക്ക് കൊടുക്കുന്ന ദേവാലയ അധികാരികളുടെ ഒരു സ്വഭാവം പുനർജനിക്കുന്നുണ്ട്. ഇത് ഭൗതിക യാഥാർത്ഥ്യത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതാണ്. ഇനി ആത്മീയ തലത്തിൽ, വ്യക്തിതലത്തിൽ നമ്മൾ പരിശോധിച്ചാലോ, നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെതാണെന്ന് പറയുന്നതിന് പകരം ഹൃദയത്തിന്റെ ബഹുഭൂരിപക്ഷവും ഇന്ന് കൈയടക്കിയിട്ടുള്ളത് വ്യാപാര സദൃശ്യമായിട്ടുള്ള ബന്ധങ്ങളാണ്. അവനവന് ലാഭം കിട്ടുന്നതും മെച്ചം കിട്ടുന്നതും അവനവന്റെ താല്പര്യങ്ങൾക്കിണങ്ങും വിധം എങ്ങനെ ജീവിതത്തെ മാറ്റിമറിക്കാം എന്നുള്ളതാണ് ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. അല്ലെങ്കിൽ ഹൃദയത്തിൽ പ്രാർത്ഥന ഉയരുന്നത് അവനവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് മുൻപിൽ നടത്തുന്ന യാചനകൾ മാത്രമായിട്ട് മാറിപ്പോകും. വാസ്തവത്തിൽ ഹൃദയത്തിൽ ദൈവത്തെ അനുഭവിക്കുകയും അവരിൽ ദൈവത്തെ കണ്ടെത്തുകയും ചെയ്യുക വഴി ജീവിതം ദേവാലയ സദൃശ്യമായി മാറേണ്ടതാണ് എന്ന പരമമായ യാഥാർത്ഥ്യം നഷ്ടപ്പെട്ടു പോയി. ക്രിസ്തു എന്തുകൊണ്ടാണ് ദേവാലയത്തിൽ നിന്ന് ഈ വ്യാപാരികളെ ഓടിക്കുന്നത്? എന്തുകൊണ്ടാണ് ക്രിസ്തു ഈ ദേവാലയത്തിൽ പ്രവേശനം നടത്തുന്നത്? പരിശോധിക്കാൻ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്റെ രാജ്യം ഐഹികമല്ലെന്ന് പറയുന്ന ഒരാൾ, കഴുതപ്പുറത്ത് വരുന്ന ഒരാൾ രാജാവായിട്ട് ഘോഷിക്കപ്പെടുന്നതിന്റെ പിന്നിലുള്ള കാര്യം നമ്മുടെ ഹൃദയതലത്തിൽ ഉണ്ടാകുന്ന ഒരു ഭാവത്തെക്കുറിച്ച് പറയാൻ കൂടിയാണ്. അന്ന് ഇങ്ങനെ ദേവാലയത്തിൽ പ്രവേശിക്കുകയും ജെറുസലേമിലേക്ക് രാജാവായി വരികയും അവിടെയുള്ള ദേവാലയത്തിൽ നാണയമാറ്റം നടത്തുന്നവരെയും പ്രാവുകളെയും ആടുകളെയും വിൽക്കുന്നവരെയും ഓടിക്കുന്നതിലൂടെ ക്രിസ്തു വെളിപ്പെടുത്തുന്ന ഒരു കാര്യം മറ്റൊന്നാണ്. അത് ദേവാലയം ശുദ്ധീകരിക്കുന്ന ഒരു അർത്ഥത്തിൽ മാത്രമല്ല, ദേവാലയം എന്താണെന്ന് പ്രഖ്യാപിക്കാനുള്ള പ്രവൃത്തിയാണ്. യഥാർത്ഥ ദേവാലയത്തെ ചൂണ്ടിക്കാട്ടി തരാൻ വേണ്ടിയാണ്. താൻ അവസാനത്തെ ബലിക്കായിട്ട് വരികയാണ്. അപ്പൊ ഇനി ആടുകളുടെയും പ്രാവുകളുടെ ആവശ്യമില്ല, നാണയമാറ്റക്കാർ ആവശ്യമില്ല. കാരണം ഹൃദയമാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വിശുദ്ധ പത്രോസിനോട് നികുതി കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, പുറമേ ഉള്ളവരല്ലേ നികുതി കൊടുക്കേണ്ടത്, പുത്രന്മാർ നികുതി കൊടുക്കേണ്ടതില്ലല്ലോ. എങ്കിലും എനിക്ക് നിനക്കും വേണ്ടി പോയി ചൂണ്ടയിടുക, ഒരു നാണയം കിട്ടും. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നാം ദൈവമക്കളെന്ന നിലയിലേക്ക് ഉയരണം. നമ്മളുടെ ഹൃദയം ദേവാലയമായി തിരിച്ചറിയണം. ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു കാര്യം അവൻ ദേവാലയമാണെന്നാണ്. ക്രിസ്തുവിൽ നമ്മളായി തീരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ദേവാലയമായിട്ട് തീരുക. നമ്മുടെ ഭൗതിക ദേവാലയങ്ങളുടെ മോടികളിലല്ല ക്രിസ്തുവിന്റെ വാസമെന്നും ഹൃദയതലത്തിലാണെന്നും നാം ഒരുമിച്ച് കൂടുന്നതാണ് ദൈവത്തിന്റെ സാന്നിധ്യാനുഭവമെന്നും അവിടെയാണ് ദേവാലയമെന്നും ക്രിസ്തു പഠിപ്പിക്കുന്നു. ഇങ്ങനെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ നാഥനായും രക്ഷകനായും സ്വീകരിക്കുകയും അവനോട് ഹൃദയം സംവദിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് വരികയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹൃദയഭാവത്തിനകത്ത് ഈ വ്യാപാര താല്പര്യങ്ങളെ, ഭൗതിക താല്പര്യങ്ങളെ വിട്ടൊഴിഞ്ഞ് ഒരു യഥാർത്ഥ സ്നേഹാനുഭവത്തിലേക്ക് എത്താൻ പറ്റുക. യേശു രാജാതിരാജനാണ്, പക്ഷേ ഭൂമിയിൽ നിലനിൽക്കുന്നത് നിസ്സനായിട്ടാണ്, ദരിദ്രനായിട്ടാണ്, തലചായ്ക്കാൻ പോലും ഇടമില്ലാത്തൊരുവനായിട്ടാണ്. അതിനർത്ഥം ഭൗമികമായതല്ല യഥാർത്ഥ രാജ്യത്വമെന്നും യഥാർത്ഥ രാജ്യത്വം സ്വർഗീയമാണെന്നുമാണ്. ഇത് പിലാത്തോസിനെ ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമല്ലെന്ന് പറഞ്ഞത് പിലാത്തോസിന് മനസ്സിലായത് അവൻ രാജാവാണെന്നാണ്. പക്ഷെ പിലാത്തോസിന്റെ രാജാവാണെന്ന കാര്യം പിലാത്തോസിന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞ് യഹൂദർക്ക് അവൻ കയ്യേൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോ യേശുവിനെ ജീവിതത്തിൽ നാം സ്വീകരിക്കുന്നത് നമ്മളുടെ രാജാവായിട്ടാകണം. നമ്മളുടെ രാജാവ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീയമായി ഇടപെടുന്ന ഒരാളായിട്ടാകണം, നമ്മെ ഭരിക്കുന്ന ഒരാളായിട്ടാണ്. വ്യക്തിതലത്തിൽ എത്രത്തോളം ക്രിസ്തു ഭരണത്തിന് കീഴിലാകാൻ നമുക്ക് പറ്റുന്നുണ്ടെന്ന് ആലോചിക്കണം. ഭൗമികാധികാരങ്ങൾക്കൊക്കെ നാം കീഴ്പ്പെടുന്നത് ഭയന്നിട്ടാണ്. ക്രിസ്തു ഹൃദയത്തിന്റെ രാജാവാകുന്നത് സ്നേഹം കൊണ്ടാണ്. യഥാർത്ഥ ദേവാലയമാണ് ക്രിസ്തുവെന്നും അതുകൊണ്ട് അവൻ അനശ്വരനാണെന്നും അവൻ നമ്മിൽ ജീവിക്കുക വഴി നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെതായി മാറുന്നുവെന്നും ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ നമ്മിലൂടെ ആനുകാലിക ലോകം അനുഭവിക്കുന്നു എന്നും വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ യേശു എപ്രകാരമാണ് നമ്മുടെ രാജാവായിരിക്കുന്നതെന്ന് വെളിപ്പെടുക. യേശു രാജാവാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ബോധം നമുക്കുണ്ടാകണം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് മറ്റൊരു രാജ്യത്വമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൽ 8 മുതൽ 12 വരെ തിരുവചനങ്ങളിൽ സമാധാനത്തിന്റെ രാജാവായ വരാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമുണ്ട്. അവിടെ പറയുന്നത് അവൻ എന്നേക്കും ഭരിക്കുന്നവനാകും, അവൻ ഒരിക്കലും നാശമുണ്ടാകുകയില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൽ 10-ാം തിരുവചനം പറയുന്നുണ്ട്, ചെങ്കോൽ യൂദായെ വിട്ടൊഴിയുകയില്ല. എന്നേക്കും നിലനിൽക്കുന്ന അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ ജനതകളും കുമ്പിടുന്ന ഒരിടം. അതുകൊണ്ട് ഹൃദയതലത്തിലുള്ള രാജ്യത്വത്തെ എത്രത്തോളം നാം സ്വീകരിക്കുകയും
ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കണം. യേശുവിനെ രാജാവായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുക എന്ന് വെച്ചാൽ അതിനർത്ഥം നിങ്ങൾ ഭൗതികതയ്ക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ആധിപത്യം കൊടുക്കരുതെന്നാണ്. ഭൗതിക വസ്തുക്കൾ ഉപയോഗിക്കരുതെന്നോ ഈ ലോകത്ത് ജീവിക്കരുതെന്നോ അല്ല അതിനർത്ഥം. ഭൗമികമായ സമ്പാദ്യങ്ങൾക്കെതിരായിട്ടല്ല പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്നത് എന്താണ്? ഈ ലോകമാണോ നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്നത്? ദൈവമാണോ ഭരിക്കുന്നത്? ജെറുസലേം ദേവാലയം തന്നെയും മനുഷ്യനിർമ്മിതമായ ഒരു ആലയമാണ്. മനുഷ്യനിർമ്മിതമായ ആലയത്തിലല്ല ദൈവം വസിക്കുകയെന്ന് സോളമൻ ഇത് നിർമ്മിക്കുന്ന കാലത്ത് തന്നെ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദ് അതിനെക്കുറിച്ച് ആലോചന നടത്തുമ്പോൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആകാശം സിംഹാസനവും ഭൂമി പാദപീഠവുമായ ഒരു ദൈവത്തെ ഹൃദയത്തിന്റെ രാജാവായിട്ട് സ്വീകരിക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് ഒരു ജെറുസലേം ദേവാലയം ഉണ്ടാകുന്നത്. ഒരു ദേവാലയത്തിനകത്താണ് ദൈവമെന്ന് കരുതുന്ന ഒരു മനോഭാവം ഇന്ന് നമ്മൾ പലപ്പോഴും അത് പുലർത്തുന്നുണ്ട്. ദേവാലയം എന്നതിനെ നമ്മൾ ചുരുക്കി കാണുന്നു, അതിനകത്താണ് ദൈവം എന്ന് കരുതുന്നു, അകമയുള്ള ദൈവത്തെ നമ്മൾ മറന്നു പോകുന്നു. ദേവാലയത്തിനകത്ത് കയറുമ്പോൾ ദൈവത്തെ ഓർക്കുന്നുണ്ട്, പുറത്തിറങ്ങുമ്പോൾ മറന്നു പോകുന്നു. യഥാർത്ഥ ദേവാലയമാണ് ഞാനും നിങ്ങളും എന്ന പരമ യാഥാർത്ഥ്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമുക്കിന്ന് ദേവാലയം ക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടാനുള്ള ഇടമാണ്. യേശുവിന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടാനും സ്നേഹപ്രവർത്തിയാൽ പരസ്പരം ബന്ധിതമായ ഒരു ജീവിതം നമുക്കുണ്ട്. സഭാഗാത്രത്തിന്റെ ഭാഗമാണ് നമ്മളെന്ന് അനുഭവപ്പെടുത്താനുള്ള ഒരു തലമായിട്ടാണ് ദേവാലയം എന്ന് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ പലപ്പോഴും ദേവാലയത്തെ നമ്മൾക്കുപരിയായ ഒന്നായി, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒന്നായി കാണുന്നു. ക്രിസ്തുവിനെ തന്നെയും അകന്നിരിക്കുന്ന ഒരാളായി നമ്മൾ കരുതുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ എത്തിപ്പിടിക്കാനുള്ള പ്രയത്നമാണ് പ്രാർത്ഥനയെന്ന് തെറ്റിദ്ധരിക്കുന്നു. അകമയുള്ളവനെ മറന്നുപോകുന്നു. അകമയുള്ളവനെ ഓർത്താനുള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ, അകമയുള്ളവനെ നിരന്തരം ഓർക്കാൻ തുടങ്ങിയാൽ ഹൃദയത്തിന്റെ സാന്നിധ്യം അവനെ ഏറ്റെടുക്കും. ഇത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഇടപെടുന്ന ഒരാൾ വേണം. എങ്ങനെ? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന, നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റിത്തരുന്ന, അപകടങ്ങൾ കൂടാതെ നമ്മെ സംരക്ഷിക്കുന്ന, എല്ലാറ്റിനും നമ്മെ സഹായിക്കുന്ന ഒരുവനായി ദൈവത്തെ നമുക്ക് ആവശ്യമുണ്ട്. ഒരു എക്സിക്യൂട്ടീവായിട്ട് ആവശ്യമുണ്ട്, ഉടമയായിട്ട് ആവശ്യമില്ല. ആധിപത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, രാജാവായിട്ട് സ്വീകരിക്കുമ്പോൾ, അവൻ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടെന്ന ബോധ്യത്തിൽ വളരുമ്പോൾ, നിരന്തരമായി ക്രിസ്തുവിന്റെ ആധിപത്യത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ നിശ്ചയമായും ജീവിത പ്രവൃത്തികൾക്ക് വ്യതിയാനം ഉണ്ടാവും. പഴയതുപോലെ ആകാൻ നമുക്ക് സാധ്യമല്ല. ഭൗതിക ലോകത്ത് രമിക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ ലോകത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുമ്പോൾ തന്നെ ഇവയെല്ലാം നിർമ്മിതമാണെന്നും ഇവയെല്ലാം നശ്വരമാണെന്നും ഇവയേക്കാൾ ഉപരിയായത് ഹൃദയമാണെന്നും ഹൃദയത്തിനകത്ത് വസിക്കുന്നത് ദൈവമാണെന്നും ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെന്നും അവൻ ഉദ്ധിതനാണെന്നും അവന് മരണമില്ലെന്നും ബോധ്യമുണ്ടാകുമ്പോൾ ജീവിതത്തിന്റെ താല്പര്യങ്ങൾ നമ്മെ മൂടില്ല, നിരാശയിലേക്ക് നമ്മൾ നിബന്ധിക്കുകയില്ല. അപ്പോൾ നിരാശയിലേക്ക് വീഴാതെയും നമ്മുടെ താല്പര്യങ്ങൾ നമ്മെ മൂടിക്കളയാതെയും ഇരിക്കും വിധം ഹൃദയത്തിനകത്ത് ക്രിസ്തു പ്രകാശിക്കുന്ന ഒന്നാകണം പ്രാർത്ഥനാനുഭവം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാനുഭവം എന്താണ്? കാര്യങ്ങൾ ചോദിക്കുക, നേടിയെടുക്കുക. എത്രത്തോളം ശക്തമായി ചോദിച്ചാൽ എത്രത്തോളം നമുക്ക് കിട്ടും എന്നതിനെ സംബന്ധിച്ച് തർക്കങ്ങളാണ്. ഈ പ്രാർത്ഥന ചൊല്ലൂ, ഇങ്ങനെ വചനം എഴുതൂ, ഇങ്ങനെ പ്രാർത്ഥിക്കൂ, ഈ രീതി പ്രാർത്ഥിച്ചാൽ ഗുണമുണ്ടാകും, ഇത്ര നാൾ പ്രാർത്ഥിച്ചാൽ ഗുണമുണ്ടാകും, ഇങ്ങനെ ഉപവസിക്കൂ. നിരവധിയായ കുറുക്കു വഴികൾ ദൈവത്തെ തളച്ചിടാൻ നമുക്കാവുമെന്ന തെറ്റിദ്ധാരണയിൽ നിന്ന് ജനിക്കുന്നവയാണ്. ദൈവം നാം പറയുന്നത് കേൾക്കണമെങ്കിൽ ദൈവത്തിന് കാഴ്ച കൊടുക്കണമെന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ വ്യർത്ഥമായൊരു കാര്യമാണ്. ഈ ഭൂമിയുടെ നാഥന്റെ സന്നിധിയിലാണ് നമ്മളെന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ, എന്റെ ഹൃദയത്തിനകത്തുള്ളത് രാജാതിരാജനായ സർവശക്തനായ ദൈവമാണെന്ന് ബോധ്യം ഉണ്ടാകുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുക? ദൈവത്തിനല്ല, ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് വേണ്ടതെന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. അതുകൊണ്ട് അയലത്തൊരുവൻ പട്ടിണിയായി കിടക്കുമ്പോൾ ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ നമുക്കാകുന്നുണ്ട്. ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതിനാ ദൈവപ്രീതി ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ്. ദൈവപ്രീതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിലുള്ള കാര്യമല്ല. ദൈവം സംപ്രീതനായത് ക്രിസ്തുവിന്റെ ബലിയിലാണ്. ക്രിസ്തുവിന്റെ യാഗത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവം നമ്മിൽ സംപ്രീതനാകുന്നത്. ആ ക്രിസ്തുവിന്റെ യാഗമാകട്ടെ അവന് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നുള്ളതാണ്. ഈ അപരത്വത്തെ നിഷേധിച്ചുകൊണ്ട് അവനവനിൽ കേന്ദ്രീകരിക്കുന്ന കേന്ദ്രഭാവമുള്ള ഞാൻ എന്ന പ്രമത്തത ഇനി നിലനിൽക്കുന്ന കാലത്തോളം ക്രിസ്തു എന്റെ രാജാവല്ല എന്ന പരമാർത്ഥം ഓർക്കണം. അങ്ങനെ എന്റെ രാജാവല്ലാതായിട്ട് അവൻ മാറുന്നുണ്ട്. എന്നേക്കുമുള്ള രാജ്യമാണെന്ന് ഉൽപ്പത്തി പുസ്തകം പറയുന്ന ക്രിസ്തുവിലുള്ള രാജ്യത്വം എനിക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് പലപ്പോഴും. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഈ രാജകീയ പ്രവേശനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. സക്കറിയ പ്രവചനത്തിൽ 9-ാം അധ്യായത്തിൽ 9-ാം തിരുവചനം പറയുന്നുണ്ട്, ജെറുസലേം പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപശാലിയാണ്, അവൻ വിനയാനിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നു. ഏറ്റവും ചെറിയവനായി തീരുക എന്നുള്ള പരമാർത്ഥം ദൈവത്വത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമാണെന്നൊരു ഓർമ്മപ്പെടുത്തൽ ക്രിസ്തുവിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്നവരായി മാറുമ്പോൾ നമുക്കുണ്ടാകേണ്ടതാണ്.
യേശു ഈ ലോകത്തിന്റെ രാജകീയ മൂല്യങ്ങളെ എല്ലാം തകർത്തുകൊണ്ടാണ് വരുന്നത്. സിയോൻ പുത്രി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക എന്നൊരു കാര്യം ഇവിടെ പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത് എപ്പോഴും സന്തോഷിക്കുവിൻ. എന്തിനാണ് സന്തോഷിക്കേണ്ടത്? ചുറ്റുപാടുകളൊക്കെ നമുക്ക് വിപരീതമായ പ്രതികൂലങ്ങൾ ഉയർത്തുമ്പോൾ, നമ്മുടെ ജീവിതം അസ്വസ്ഥതകളിൽ മുഴുകുമ്പോൾ, കഷ്ടതകളും ഞെരുക്കങ്ങളും നമുക്കുണ്ടാകുമ്പോൾ, അതേ സമയത്തിന് ഹൃദയത്തിൽ ആനന്ദമുണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാണ്, അവൻ നിന്റെ രാജാവായിട്ട് വരുന്നു. അവൻ പരമാധികാരത്തിന്റെ രൂപത്തിലല്ല, അവൻ ജയാളിയാണ്, അവൻ സർവശക്തനാണ്, പരമാധികാരിയാണ്. പക്ഷെ വരുന്നത് കഴുതയുടെ പുറത്താണ്, കഴുതക്കുട്ടിയുടെ പുറത്താണ്, വിനയാന്വിതനായിട്ടാണ്. ജീവിതത്തിനകത്ത് ക്രിസ്തു നമ്മെ ഭരിക്കുന്നവനായി മാറുമ്പോൾ നമ്മുടെ ജീവിതം ബാഹ്യമായ അധികാരപ്രമത്തതകളെ കൈവിടുകയും ഹൃദയത്തിന്റെ എളിമയിലേക്ക് വരികയും ചെയ്യും. ഹൃദയത്തിന്റെ എളിമ എന്താണ്? ദൈവം എനിക്ക് നൽകുന്നതൊക്കെ സ്വീകരിക്കുക, ദൈവത്തോട് പരാതിയില്ലാത്തവനായിട്ട് മാറുക. ദൈവം എനിക്ക് നൽകുന്നതെല്ലാം നന്മയാണെന്നും ഭൗതിക സാഹചര്യങ്ങളെല്ലാം ദൈവം എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണെന്നും തിരിച്ചറിയുക. കഷ്ടതയും നഷ്ടം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുക. ദൈവസന്നിധിയിൽ പരാതിയില്ലാത്തവരായിട്ട് ജീവിക്കാൻ പറ്റുക. നമ്മൾ എങ്ങനെയാണ്? ഒരു വെയിലൊത്തിരി കടുത്താൽ പരാതിയാണ്, മാറി മഴയൊന്നു വന്നാൽ പരാതിയാണ്. ഈ ഭൗതിക ലോകത്തിന്റെ മാറ്റങ്ങളെ ഒന്നും അംഗീകരിക്കാൻ കഴിയാത്തവരായി നമുക്ക് നാം ഇഷ്ടപ്പെടുന്ന ഒരു ലോകം ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തു എങ്ങനെയാണ് രാജാവായിട്ട് വാഴുക? സമ്പത്തിനെ കുറിച്ചാണെങ്കിലും ആരോഗ്യത്തെക്കുറിച്ചാണെങ്കിലും ജീവിതാവസ്ഥകളെ കുറിച്ചാണെങ്കിലും നമ്മുടെ സങ്കല്പങ്ങൾ നിലനിൽക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇങ്ങനെ ക്രിസ്തുവിൽ ആനന്ദിക്കാൻ നമുക്ക് കഴിയില്ല. എന്താണ് നമുക്ക് ആനന്ദിക്കാൻ കഴിയാതെ പോകുന്നത്? നമുക്കുള്ളവയല്ലാത്തവയൊക്കെ നേടിയെടുക്കണമെന്നും നമുക്കില്ലാത്തവയിലാണ് നമ്മുടെ സന്തോഷമെന്നും നമ്മൾ തെറ്റിദ്ധരിക്കുക. നാം നിലനിൽക്കുന്നു, ആ നിലനിൽക്കുന്ന നമ്മുടെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിൽ പരമാധികാരിയായ ഇരുവനിൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റാതെ പോകുന്നു. നമ്മൾ ആനന്ദിക്കുന്നത് ഭൗതികതയിലായി പോകുന്നു. ഭൗതിക വസ്തുക്കൾ വേണ്ടെന്നല്ല, ഭക്ഷണം വേണം. പക്ഷെ നമ്മുടെ ആനന്ദം, നമ്മുടെ താല്പര്യം, നമ്മുടെ സന്തോഷം നാം കാണുന്നത് ഈ ഭൗതികതയിലാകുമ്പോൾ ഭൗതികത നമ്മെ കീഴ്പ്പെടുത്തും. ഭൗതികത അപ്രകാരം നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ ഹൃദയേശ്വരനായ ദൈവത്തെ നാം പുറത്താക്കും. എന്നിട്ട് അവൻ ഏതെങ്കിലും ദേവാലയത്തിൽ കുടിയിരുത്താൻ നമുക്ക് ഇഷ്ടമുണ്ട്. കാരണം ദേവാലയത്തിൽ മാത്രമാണ് അവനുള്ളതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരാളായിട്ട് അവൻ മാറില്ല. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ മാത്രം ദൈവത്തെ ഉപയോഗിക്കുക എന്നൊരു തന്ത്രം, മനുഷ്യരോട് പുലർത്തുന്ന അതേ മനോഭാവം, മനുഷ്യരെ ഉപയോഗിക്കുകയും വസ്തുക്കളെ സ്നേഹിക്കുകയും ചെയ്യുന്ന അതേ മനോഭാവം നമ്മിൽ പുലരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ രാജാവായിട്ട് ഹൃദയത്തിൽ അംഗീകരിക്കുക എന്ന് വെച്ചാൽ അവൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നൊരു ബോധ്യത്തിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. മറ്റെല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ ജീവിക്കുന്ന ഏത് സാഹചര്യത്തിന്റെ പ്രതികൂലതയ്ക്കകത്തും എൻ്റെ അകമേ വസിക്കുന്നവൻ ക്രിസ്തുവാണെന്നും അവനിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്നും എൻ്റെ രാജ്യം ഐഹികമല്ലെന്ന് ക്രിസ്തുവിനോടൊപ്പം നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം സന്തോഷപ്രദമായിട്ട് മാറും. അപ്പോൾ നമുക്ക് വ്യാകുലങ്ങൾ ഉണ്ടാകുന്നതും നാം നിരാശയപ്പെടുന്നതും വ്യാമോഹങ്ങൾക്ക് കുടുങ്ങിപ്പോകുന്നതുമെല്ലാം നമ്മുടെ രാജ്യാവകാശം നാം ക്രിസ്തുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാത്തത് കൊണ്ടാണ്. ഈ ഭൂമിയിൽ നമുക്കൊക്കെ ഓരോ സ്ഥാനമുണ്ട്, ഓരോ അധികാരമുണ്ട്. എല്ലാറ്റിന്റെ മേലും അധികാരം, അങ്ങനെയല്ലോ പ്രപഞ്ചത്തിന്റെ മേൽ അധികാരം ഉണ്ടെന്നൊരു തെറ്റിദ്ധാരണ നമുക്കുള്ളത്. നാം കൂടി ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചമെന്നും ഈ പ്രപഞ്ചത്തിന്റെ ആകത്തുകയാണ് നമ്മിലൂടെ പ്രകാശിതമാകുന്നതെന്നും നമുക്ക് പലപ്പോഴും അറിയില്ല. ബാഹ്യപ്രപഞ്ചത്തെ മാറ്റി നിർത്തി പരമാവധി ചൂഷണം ചെയ്യുന്ന നമ്മൾ കരുതുക. അതുകൊണ്ട് ഭൂമിയിൽ നിന്നുള്ള ചൂഷണത്തെ നമ്മൾ അംഗീകരിക്കുന്നു. പ്രകൃതി ചൂഷണം, മരം വെട്ടുന്നത് നമ്മുടെ ആവശ്യത്തിനാണ്, മരം നമുക്കുള്ളതാണ് നമ്മൾ കരുതുന്നു. മരവും കൂടി അടങ്ങുന്നതാണ് നമ്മളെ നമുക്ക് തിരിച്ചറിയുന്നില്ല. പുഴയും കടലും ഒക്കെ വറ്റിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ഇതൊക്കെ നമ്മുടേതാണെന്ന് കരുതുന്നു. വെള്ളം ഊറ്റി വിൽക്കാമെന്ന് കരുതുന്നു. അവിടെയൊന്നും ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് നമ്മളെന്നും ഇങ്ങനെ അല്ലാതൊരു അസ്തിത്വം ഭൗമികമായിട്ട് നമുക്കില്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. നാഥനായ ക്രിസ്തുവിന്റെ ഹൃദയത്തിനകത്ത് തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ രാജ്യം എന്ന് പറയുന്നതിന്റെ വിസ്തൃതി നമുക്ക് മനസ്സിലാകുക. നമ്മുടെ അകത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അവരും കൂടി ഉൾപ്പെടാതെ എനിക്ക് ഈ രാജ്യം ഉണ്ടാകില്ല, അതെന്റെ രാജ്യമല്ല. അപ്പോൾ അപരത്വത്തിലേക്ക് വളരാൻ എനിക്ക് കഴിയാതെ പോകുന്നത് എൻ്റെ ഇഷ്ടങ്ങളിൽ ഞാൻ കുടുങ്ങിപ്പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് ദേവാലയത്തെ ശുദ്ധീകരിക്കേണ്ടി വരുന്നത്. ക്രിസ്തു തന്റെ ശരീരമാണ് ദേവാലയം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ സഭയാകുന്ന ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്നവരായ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ അധികാര കേന്ദ്രം ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഇഷ്ടം ജീവിതത്തിൽ നിറവേറ്റി ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അവന്റെ അധികാരത്തിന് വിധേയപ്പെട്ടാണോ ജീവിക്കുന്നത്? അവൻ എൻ്റെ ജീവിതത്തിൽ നൽകുന്നതെല്ലാം ദൈവത്തെ പ്രതി, സ്നേഹത്തെ പ്രതി നന്ദിയോടെ സ്വീകരിക്കാനും ക്രിസ്തുവിന് പ്രതിനിധിയായി ജീവിതം അർപ്പിക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ആലോചിക്കണം. അവിടെ സക്രിയ പ്രവചനത്തിൽ 11-ാം വചനം പറയാണ്, നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം വഴി പ്രവാസികളെ ഞാൻ നിർജ്ജലമായ കുഴികളിൽ നിന്ന് മോചിപ്പിക്കും.
ജലരഹിതമായ കുഴിയിൽ നിന്ന് മോചിപ്പിക്കും. ജീവജലത്തിന്റെ നീർച്ചാലുകൾ തന്നിൽ നിന്ന് ഒഴുകുന്നു എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവന്റെ രക്തത്താലാണ് ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത്, അവനിലാണ് വിമോചനം ഉണ്ടായത്. അങ്ങനെ ഈ ലോകത്ത് പ്രവാസികളായി ജീവിക്കുന്ന വിപ്രവാസികളായ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ രാജ്യം ഐഹികമല്ല. നമ്മുടെ രാജ്യം ഇവിടെ ഉള്ളതല്ല. ആ രാജ്യത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്, ക്രിസ്തുവിന്റെ രാജ്യത്തെക്കുറിച്ചാണ്. ആ സ്നേഹരാജ്യത്തിനകത്ത് ജീവിക്കുന്നവരായ നമ്മൾ ഭൗമിക ലോകത്ത് ജീവിക്കുമ്പോൾ പ്രവാസികളായിട്ടാണ്. ഈ പ്രവാസികളുടെ അടിമത്തത്തിൽ നിന്ന് ഒരു രണ്ടാം കിട പൗരത്വമാണ് നമുക്ക് ലോകത്തുള്ളത്. ആ പൗരത്വത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ നാം അനുഭവിക്കുന്ന പ്രതികൂലങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുന്നവനായി പുതിയ ഉടമ്പടി പ്രകാരം ഒരുവനുണ്ട്. അവനിലേക്ക് ശ്രദ്ധ നമുക്ക് തിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ആനന്ദിക്കാൻ കഴിയാത്തത്. ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നു എന്ന കാര്യം സ്മരിക്കാൻ കഴിയാതെ പോകുന്നത്. ഒരു രാജകീയ പ്രവേശനത്തിൽ നാം ഓർക്കുമ്പോൾ ഇപ്രകാരം നമ്മിലുണ്ട് ക്രിസ്തുവെന്നും അവൻ നമ്മുടെ നാഥനാണെന്നും രക്ഷകനാണെന്നും അവനിലാണ് നമ്മുടെ ജീവിതമെന്നും അവൻ നമ്മുടെ അകത്ത് വസിക്കുന്നത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും ദേവാലയമാണെന്നും ആ ദേവാലയം ഒരു ഭൗമിക കച്ചവടത്തിന്റെ ഏർപ്പാടിന്റെ സ്ഥലമായിട്ട് മാറരുതെന്നും ഓർക്കണം. നമ്മുടെ ബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്ന വ്യാപാര സദൃശ്യമായിട്ടാണ്. നമ്മുടെ ജീവിതം നിലനിൽക്കുന്ന വ്യാപാര സദൃശ്യമായിട്ടാണ്. ദൈവവുമായുള്ള ബന്ധത്തെ പോലും പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു വ്യാപാര ഉടമ്പടിയായിട്ടാണ്. നമ്മൾ ദൈവത്തിന് കാഴ്ച കൊടുക്കുന്നു, ദൈവം നമുക്ക് നന്മ നൽകുന്നു. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവം നമുക്ക് പ്രത്യുത്തരം നൽകുന്നു. ഇങ്ങനെ വ്യാപാര സദൃശ്യമായിട്ടല്ല, കൊടുക്ക വാങ്ങലിന്റെ കഥയായിട്ടല്ല. നമ്മൾ അവനിലാണെന്നും അവനാണ് നമ്മെ ഭരിക്കുന്നതെന്നും അവന്റെ ഇഷ്ടം നിറവേറുകയാണെന്നും ജീവിതം അവൻ്റെതാണെന്നും അങ്ങനെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും എന്നൊരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക. അവിടെ നിരാശയ്ക്കിടയില്ല. അതേപോലെ തന്നെ ലോകവസ്തുക്കളിൽ അഭിരമിക്കുകയോ ആഹ്ലാദിക്കുകയോ ചെയ്യുന്നില്ല. നമ്മളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ഭൗതിക വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഭൗതിക വസ്തുക്കളെയും ലോകത്തെയും നമ്മൾ ഉപയോഗിക്കുമ്പോഴും ക്രിസ്തുവിനെ നാം സ്നേഹിക്കുകയും ക്രിസ്തുവിനെ പ്രതി അവരനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ദൈവരാജ്യ അനുഭവത്തിലേക്ക്, ഒരു ദേവാലയത്തിന്റെ പവിത്രതയോടെ ജീവിതത്തെ കാണുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇപ്രകാരം എത്തിച്ചേരുന്നില്ലെങ്കിൽ ഭൗമിക ജീവിതം ദുഷ്കരമായി തീരും. നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പരിമിതികളെയും നമ്മൾ ആലോചിച്ച് നോക്കുക. അത് വസ്തുക്കളില്ലാത്തത് കൊണ്ട് മാത്രമല്ല. ഒരു 10-20 കൊല്ലം മുമ്പ് നാം ഇന്ന് അനുഭവിക്കുന്ന ഭൗതികമായ പല സൗകര്യങ്ങളും ഇല്ലായിരുന്നു. മൊബൈൽ ഫോൺ വന്നിട്ട് നാളെത്രയായി? ഇന്ന് ഫോൺ കയ്യിൽ നിന്ന് ഒഴിക്കാൻ നേരമുണ്ടോ? ഫോണില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. ഫോണില്ലാത്തവർ ലോകത്ത് ഏറ്റവും നികൃഷ്ടരായിട്ട് ചിന്തിക്കപ്പെടുന്ന ഒരു കാലമാണ്. ഫോണില്ലേ? പണ്ട് ലാൻഡ് ഫോൺ ആയിരുന്നു പ്രധാനപ്പെട്ട മാർക്കിംഗ് ആയിരുന്നത്. അന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ലാൻഡ് ഫോൺ ഉള്ള ആളൊക്കെ കുലീനത്തുള്ള ആളുകൾ. ലാൻഡ് ഫോണില്ലാത്ത ആളുകൾ സാധാരണ മനുഷ്യർ. ഒരു അഡ്രസ് പ്രൂഫായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ മാന്യതയുടെ അടയാളമായിട്ട് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിലൊക്കെ 1-2 വീടുകളിലൊക്കെയാണ് ഫോൺ ഉണ്ടായിരുന്നത്. ഇന്ന് ഫോൺ സാർവത്രികമായി ഈ പറഞ്ഞ ലാൻഡ് ഫോൺ ഔട്ടായി പകരം മൊബൈൽ ഫോൺ വന്നു. സാധാരണ ഫോൺ ഉപയോഗിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കും? അയാൾക്ക് അത്ര ബോധമൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്നയാളാണ്, അയാൾ വിവരദോഷിയാണെന്ന് കരുതും. സ്മാർട്ട് ഫോണിലേക്ക് വന്നു. ഭൗതിക വസ്തുക്കൾ ഏറി വരും തോറും നമ്മൾ മനുഷ്യത്വത്തിന്റെ ബല കുറച്ച് കാണാൻ തുടങ്ങി. ഹൃദയത്തിനകത്ത് ബന്ധങ്ങൾക്കകത്ത് നമുക്ക് ഉറയ്ക്കാൻ പറ്റാതെയായി. അതുകൊണ്ട് നേരത്തെ മുഖതാവിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒരു ഫോണിലൂടെ വളരെ സിമ്പിളായിട്ട് പറയാൻ നിലവന്നു. അപ്പോ പണ്ട് മനുഷ്യർക്കുണ്ടായിരുന്ന മൂല്യം മാറിയിട്ട് സാങ്കേതികത്വത്തിന്റെ പുറവിൽ നമ്മൾ കുടുങ്ങിപ്പോയി. സാങ്കേതികത്വത്തിൽ കുടുങ്ങലാണ് പ്രശ്നം, ഫോൺ ഉപയോഗിക്കുന്നതല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമാ താരം പറയണ്ടായി, വഴിയിലൂടെ പെൺകുട്ടികളൊക്കെ മൊബൈൽ ഫോണിൽ സംസാരിച്ചിട്ട് നടക്കുന്നത്. ആൺകുട്ടികൾ സംസാരിക്കുന്നതിനെ കുറിച്ച് കുഴപ്പമില്ല, പെൺകുട്ടി സംസാരിച്ചാലേ കുഴപ്പമുള്ളൂ. കണ്ടോ, മനുഷ്യർ തരംതിരിക്കുകയാണ്. ഇത്രയും ആധുനികമായ സംവിധാനം ഉണ്ടായിട്ടും ആൺകുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. വഴിയിലൂടെ പെൺകുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. പെൺകുട്ടികൾ വഴിയിലൂടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, പെൺകുട്ടികൾ വഴിയിലൂടെ നടക്കരുത്, പെൺകുട്ടികൾ ജീവിതത്തിൽ ഉയരരുത്, പെൺകുട്ടികൾ രണ്ടാം കിട പൗരന്മാരാണ്. ഈ ഒരു ധാരണ നാം അറിയാതെ നമ്മുടെ അകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യരെ വിഭജിക്കുകയും മനുഷ്യത്വത്തെ ഒരു ഹീനാവസ്ഥയിൽ നിർത്തിക്കൊണ്ട് ഭൗതിക സുഖങ്ങളിലും ആഡംബരങ്ങളിലും അതിന്റെ അഭിവൃദ്ധിയിലും അഭിരമിക്കുകയും ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറിപ്പോകുന്നു. ഹൃദയതലത്തെ പരിശോധിക്കാം, വ്യക്തിബന്ധങ്ങളെ പരിശോധിക്കാം, ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടുന്നതിൽ എങ്ങനെയാണ് ദൈവത്തോടുള്ള മനോഭാവം എന്ന് പരിശോധിക്കാം. ദൈവത്തോട് എങ്ങനെയാണ് നമ്മൾ ആയിരിക്കുന്നത്? നന്ദിയോടെയാണോ? സ്നേഹത്തോടെയാണോ? അവൻ എൻ്റെ രാജാവാണ്, അവൻ എൻ്റെ നാഥനാണ്, അവന്റെ ഇഷ്ടം നിറവേറട്ടെ, അവന്റെ മുൻപിൽ ഞാനിതാ എന്ന് പറയുന്നൊരു മനോഭാവത്തോടെയാണോ ഇരിക്കാൻ പറ്റുന്നത്? അഥവാ പിലാത്തോസ് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്, അവനെ ക്രൂശിക്കാനായിട്ടാണ് ഏൽപ്പിച്ചു തരുന്നത്. അപ്രകാരം ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന ഒരു മനോഭാവത്തോടെയാണോ നമ്മൾ ജീവിക്കുന്നത്? ഐഹികമല്ലാത്തൊരു രാജ്യത്ത് രാജാതിരാജനായ ക്രിസ്തുവിനെ ജീവിതത്തിന്റെ നാഥനായി സ്വീകരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾക്കുപരിയായ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കാൻ നാം കടപ്പെടുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം.
ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, പറഞ്ഞതിന്റെ രത്ന ചുരുക്കം അത്രേ ഉള്ളൂ. നമ്മളൊരു ഭൗമിക ലോകത്ത് ജീവിക്കുമ്പോൾ ഭൗമികതയ്ക്ക് അടിപ്പെട്ടു പോകരുത്. ഭൗമികതയെ ഉപേക്ഷിക്കാനല്ല, പക്ഷെ ഭൗമികത ജീവിതത്തിന്റെ സ്നേഹബന്ധങ്ങളെ തകർക്കുകയും ജീവിതത്തിന്റെ പരമമായ കേന്ദ്രത്തിലേക്ക് വരികയും ഭൗമിക രാജ്യത്വം നമ്മെ കീഴ്പ്പെടുത്തുകയും ചെയ്യുമ്പോൾ നാം തന്നെ നമ്മുടെ അധിപരായിട്ട് മാറുമ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ നകർന്നു നിൽക്കും. അത് ഈശോ നമ്മെ വിട്ടുപോകുന്ന അർത്ഥത്തിലല്ല പറയുന്നത്. അവൻ അനുഭവിക്കാൻ നമുക്ക് കഴിയാതെ പോകും. ദൈവം നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല. അവൻ എന്നേക്കും ഉദ്ധിതനായവനാണ്, എന്നേക്കും രാജാവായവനാണ്. നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് അവൻ വസിക്കുന്നുണ്ട്. മനുഷ്യത്വത്തെ ദൈവവുമായി കൂട്ടിവിളക്കുന്ന സ്നേഹത്തിന്റെ കണ്ണിയായി ക്രിസ്തു നമ്മളിൽ പ്രവർത്തിക്കുന്നു. ആ ക്രിസ്തുവിനെ അറിഞ്ഞും അവന്റെ രാജ്യത്വത്തിന് വിധേയപ്പെട്ടും സ്നേഹത്തിന്റെ രാജ്യമാക്കി ഭൗമികതയെ മാറ്റാൻ വിളിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൽ ആനന്ദിക്കാൻ കഴിയണം. അവനെ രാജകീയമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റണം. അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഭൗമികതയിൽ പലപ്പോഴും നമ്മൾ ചെറിയവരായി കണക്കാക്കപ്പെട്ടേക്കാം, പക്ഷെ ഹൃദയം ദേവാലയമായി മാറും. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിലും ദേവാലയ അനുഭവം ഉണ്ടാകും. ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നവരായി നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ദൗത്യം എന്നോർക്കണം. പ്രത്യേകിച്ച് നോമ്പിന്റെ നാടുകളിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ക്രിസ്തു എന്റെ ഹൃദയത്തിന്റെ നാഥനാണ്, ജെറുസലേമിന്റെ നാഥനല്ല, ഒരു സ്ഥലത്തിന്റെ അധിപനല്ല. ക്രിസ്തു നിത്യമായ രാജ്യത്തിന്റെ രാജാവാണ്. ആ നിത്യരാജ്യത്തിൽ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. അവന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ക്രിസ്തുവായി തീരുമ്പോൾ ലോകം ദൈവരാജ്യത്തെ അനുഭവിക്കും. ആ ദൈവരാജ്യ അനുഭവത്തിലേക്ക് ലോകത്തെ നയിക്കാൻ ആത്മാവിന്റെ അധിക കൃപയും ശക്തിയും നമുക്ക് ഏവർക്കും ലഭ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.